കൊറിയൻ ത്രില്ലർ മൂവീസാണ് ആഗ്രഹിക്കുന്നവരായി നമ്മൾ പലരും. ഒരുപാട് ത്രില്ലർ മൂവീസിലെ ഇഷ്ടംപോലെ ട്വിസ്റ്റും സസ്പെൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് നമ്മളെ ഈ കൊറിയൻ മൂവീസിൽ നിന്നാണ് അവർ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. മലയാള സിനിമയിലായാലും തമിഴിലായാലും ഏത് ലാംഗ്വേജ് എടുത്താലും. അതിലെനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു 5 പടമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമ്പർ 5 മെമ്മറീസ് ഓഫ് മർഡർ. 2003 റിലീസ് ചെയ്ത മൂവിയാണ്. ദ ബെസ്റ്റ് അടിപൊളി ഒരു ത്രില്ലർ മൂവിയാണ് ദ മെമ്മറീസ് ഓഫ് മർഡർ. ഫോർത്ത് വൺ 2017 റിലീസ് ചെയ്ത ഫോർഗോട്ടൺ. ചിലരെങ്കിലും ഈ സിനിമ കണ്ടിരിക്കണം. ത്രില്ലർ മൂവീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു മൂവിയാണ് ഫോർഗോട്ടൺ. തേർഡ് വൺ 2019 റിലീസ് ചെയ്ത പാരസൈറ്റ്. അതൊരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ ആ രീതിക്ക് വരുന്ന ഒരു മൂവിയാണ് പാരസൈറ്റ്. മസ്റ്റ് വാച്ചായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണത്. സെക്കൻഡ് വൺ 2010 റിലീസ് ചെയ്ത ഐസ് ഓഫ് ദ ഡെവിൾ. അതൊരു ഗംഭീര മൂവിയാണ്. ഗംഭീര മൂവിയല്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പടമാണ് അത്. മസ്റ്റ് വാച്ചാണ്, മസ്റ്റ് വാച്ച്. ത്രില്ലർ മൂവീസിൽ മസ്റ്റ് വാച്ചായിട്ട് കണ്ടിരിക്കേണ്ട പടമാണ് ഐസ് ഓഫ് ദ ഡെവിൾ. ഇനി നമ്പർ 1 കാറ്റഗറി വരുന്നത്, ചിലർക്കെങ്കിലും ആ സിനിമ മനസ്സിലായി കാണണം, 2003 റിലീസ് ചെയ്ത ഓൾഡ് ബോയ്. ദ ബെസ്റ്റ് ത്രില്ലറിൽ ഏറ്റവും ബെസ്റ്റ് മൂവി. കൊറിയൻ ത്രില്ലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന മൂവിയാണ് ഓൾഡ് ബോയ്. അതൊരു മൂവിയല്ല, അതൊരു എന്താ പറയുക, അതൊരു ഇമോഷനാണ്. നമ്മളെ വല്ലാത്ത രീതിക്ക് ഹോണ്ട് ചെയ്യുന്ന ഒരു പടമാണ് ഓൾഡ് ബോയ്. കണ്ട് തീർന്നു കഴിയുമ്പോൾ നമ്മളൊരു വല്ലാത്ത മാനസികാവസ്ഥയായി പോകും ആ സിനിമ കാണുമ്പോൾ. അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് ഒരുപാട്, ആ ക്ലൈമാക്സ് സീനിനായാലും അഡാപ്റ്റ് ചെയ്ത് ഒരുപാട് സിനിമകളും ഒരുപാട് സീൻസും നമ്മൾ കണ്ടു കാണണം. സിനിമകളിൽ തന്നെ ഇതിൻ്റെ കഥ ഒരുപാട് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് നമ്മളെ ഹോണ്ട് ചെയ്യുന്നൊരു മൂവിയാണ് ഓൾഡ് ബോയ്. കൊറിയൻ ത്രില്ലേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ 5 മൂവി ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളിയാണ്, നിങ്ങൾക്ക് വെർത്ത് വാച്ചാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.